ടി ജി, സംസ്ഥാന സർക്കാരിൻ്റെ ഒരു വലിയ അവകാശവാദമായിരുന്നു 10 വർഷം ലോഡ് ഷെഡിങ് ഉണ്ടായില്ല. അങ്ങനെ ഒരു രീതിയിൽ കൊണ്ടുപോകാൻ അവർക്ക് കഴിഞ്ഞു. ഇപ്പോൾ ഇലക്ഷൻ്റെ ഒരു കഴിഞ്ഞപ്പോഴത്തേന് ലോഡ് കൂടിയപ്പോഴത്തേനൊക്കെ നിയന്ത്രണമേ ഉള്ളൂ, ലോഡ് ഷെഡിങ് ഇല്ല, എപ്പോഴെപ്പോഴും കറണ്ടൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഈ 10 വർഷം ഈ ലോഡ് ഷെഡിങ് ഇല്ലാതെ കൊണ്ടുപോകാൻ കാരണമായത് സംസ്ഥാന സർക്കാരിൻ്റെ മാത്രം മിടുക്കായിരുന്നു. അല്ല, കാരണം കേരളത്തിൽ കൺസ്യൂം ചെയ്യുന്ന വൈദ്യുതി കേരളം ഉൽപ്പാദിപ്പിക്കുന്നുണ്ടോ? ഇല്ല. അത് സത്യമാണ്, എല്ലാവർക്കും അറിയാം. എത്രയോ വർഷമായിട്ട് അങ്ങനെയാണ്. എനിക്ക് തോന്നുന്നത് 70കളിൽ എപ്പോഴോ നമുക്ക് വേണ്ട വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരുന്നു. മാത്രമല്ല സർപ്ലസ് ഉണ്ടായിരുന്നു, നമ്മൾ തമിഴ്നാടിനും വിറ്റുകൊണ്ടിരുന്നു. തമിഴ്നാടിനും വിറ്റിട്ട് അരി വാങ്ങിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഈ അച്യുതമേനോൻ മുല്ലപ്പെരിയാർ കരാർ പുതുക്കി എഴുതി എന്നൊക്കെ പറഞ്ഞില്ലേ. അന്ന് നമുക്ക് ഇത് എണ്ണമൊന്നുമില്ല. മാത്രമല്ല അന്ന് വീട്ടിൽ 3 ഫേസ് കണക്ഷൻ എടുത്തു കഴിഞ്ഞാൽ കറണ്ട് ചാർജ് കുറയും. പക്ഷേ നമ്മൾ കാശ് അതിൻ്റെ സ്വിച്ചും ഇതുമൊക്കെ ആയിട്ട് കാശ് ഇച്ചിരി മുടക്കണം. അതുകൊണ്ട് KSEB പ്രോത്സാഹിപ്പിക്കുമായിരുന്നു ആൾക്കാരെ 3 ഫേസ് എടുക്കുന്നത്. ഈ ഇലക്ട്രിസിറ്റി കുടിക്കുന്ന വ്യവസായങ്ങളൊക്കെ, ആ വ്യവസായങ്ങളുടെ പേര് ഞാൻ പറയാത്തത് വെറുതെ അതൊരു ഇതാവുണ്ടാകും കരുതിയിട്ടാണ്. ആലുവ ഭാഗത്തൊക്കെ അസാമാന്യമായ ഇലക്ട്രിസിറ്റി ആവശ്യമുള്ള വ്യവസായങ്ങൾ. അത് കേരളത്തിൽ വരാൻ കാര്യം കേരളത്തിൽ എക്സസ് ഇലക്ട്രിസിറ്റി ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഇങ്ങനെ ഹിസ്റ്റോറിക്കലി വി വെർ സെൽഫ് സഫീഷ്യൻറ്റ്. അത് കഴിഞ്ഞിട്ട് സമൂഹം മുന്നോട്ട് പോകുന്നതനുസരിച്ച് നമ്മൾ ഇലക്ട്രിസിറ്റി രംഗം നമ്മൾ അവഗണിച്ചു. അത് നമുക്കെല്ലാം ഈ സിന്ദാബാദ് വിളിക്കാനുള്ള സ്ഥലങ്ങളാണല്ലോ, അല്ലാതെ കാര്യം നടക്കാനുള്ള സ്ഥലങ്ങളല്ല. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയി. പ്രൊഡക്ഷൻ നമ്മൾ നിന്നിടത്ത് നിന്നു, അല്ലെങ്കിൽ മാർജിനലായിട്ട് കൂടി. കൺസംഷൻ ഭീകരമായിട്ടങ്ങ് കൂടി. അപ്പോൾ അന്നാണ് നമ്മൾ ഈ ലോഡ് ഷെഡിങ് ഇതൊക്കെ ആയിട്ട്. അത് കഴിഞ്ഞിട്ട് കേന്ദ്രം മറ്റേ നമ്മളുടെ കൂടംകുളം നിലയം വന്നു. NTPCയുടെ ഒരുപാട്, നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ്റെ ഒരുപാട് നിലയങ്ങൾ വന്നു. മറ്റ് സംസ്ഥാനങ്ങൾ കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി. കേന്ദ്ര പൂൾ എന്ന സംവിധാനം വന്നു. അതിലേക്ക് നിങ്ങൾക്ക് ഇലക്ട്രിസിറ്റി ഇടാം, ഇലക്ട്രിസിറ്റി അതിൽ നിന്ന് വാങ്ങിക്കാം എന്നുള്ള ഇത് വന്നു. പിന്നെ ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ വന്നു. കമ്മീഷനുമായിട്ട് യോജിച്ചും പിടിച്ചും വേണം എല്ലാവരും സകല ഇലക്ട്രിസിറ്റി ബോർഡുകളും വർക്ക് ചെയ്യാൻ. പിന്നെ ഇലക്ട്രിസിറ്റി ബോർഡുകൾ തന്നെ പിരിച്ചുവിടപ്പെട്ടു, ഓരോന്നും കമ്പനിയായിട്ട് മാറി. ജനറേഷൻ, ഡിസ്ട്രിബ്യൂഷൻ, ട്രാൻസ്മിഷൻ, 3 കമ്പനികളായിട്ട്. ഇപ്പോഴും KSEB എന്നൊക്കെ ഇവർ പറയുമെങ്കിലും ഇൻഫാക്റ്റ് അവർ 3 കമ്പനികളാണ്. അപ്പോൾ അതിന് കുറേ അധികം ആനുകൂല്യങ്ങൾ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കുകയും ചെയ്തു. അതിലൊന്നാണ് സ്മാർട്ട് മീറ്റർ. സ്മാർട്ട് മീറ്റർ കേരളത്തിൽ വെച്ചിട്ടില്ല. കേരളത്തിൽ ഇപ്പോഴും മീറ്റർ റീഡർമാരുടെ ജോലി പോകും എന്നൊക്കെ പറഞ്ഞിട്ട്. മീറ്റർ റീഡർമാർ കോൺട്രാക്ട് ബേസിലാണ്. കോൺട്രാക്റ്റ് നിർത്തി കഴിഞ്ഞാൽ അയാളുടെ പാട്ടിന് പൊക്കോളും. പക്ഷേ KSEBക്ക് അത് വേണം. ഇങ്ങനെയൊക്കെയുള്ള നമ്മളുടെ അനാവശ്യ പിടിവാശികൾ കൊണ്ട് നമുക്ക് കറണ്ടില്ലാതെ വരുന്നു. ഉള്ള കറണ്ട് നേരെ മീറ്റർ ചെയ്യുന്നില്ല, മീറ്ററിൽ കൃത്രിമം കാണിക്കാൻ സാധിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള ട്രബിൾസ് നമുക്ക്. പിന്നെ ലോഡ് ഷെഡിങ് ഇല്ല, നിങ്ങൾക്ക് കറണ്ട് കിട്ടാനുണ്ട് ഇഷ്ടം പോലെ. തെക്ക് കൂടംകുളം മുതൽ വടക്ക് താരാപ്പൂർ വരെ നിങ്ങൾക്ക് കണക്റ്റഡാണ്. യു ക്യാൻ ഡ്രോ വാട്ട് എവർ ഇലക്ട്രിസിറ്റി യു വാണ്ട് ബൈ പേയിങ്. അത് പലപ്പോഴും ഇലക്ട്രിസിറ്റി വില കുറഞ്ഞ സമയത്ത് വാങ്ങുക, കൂടിയ സമയത്ത് വിൽക്കുക, ഇതൊക്കെ ചെയ്ത് നമ്മൾ ഈ ഡോക്ടർ B. അശോകൊക്കെ ഉള്ളപ്പോൾ അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത് ഇതായിരുന്നു. എന്നിട്ടാണ് അദ്ദേഹം ഓപ്പറേറ്റീവ് പ്രോഫിറ്റ് എന്ന് പറയുമല്ല, KSEB നഷ്ടത്തിലാണ്, ബട്ട് ഈ വർഷത്തെ മാത്രം കണക്കെടുത്താൽ ലാഭത്തിലാണ്. അങ്ങനെ അദ്ദേഹത്തിന് ചെയ്യാൻ സാധിച്ചത് ഈ ഒരു ടെക്നിക്കും കൂടെ എടുത്തുകൊണ്ടാണ്. അതായത് ഇലക്ട്രിസിറ്റിക്ക് വില കൂടുതലുള്ളപ്പോൾ നമുക്ക് ഈ ജലവൈദ്യുത പദ്ധതികളാണല്ലോ കൂടുതലെന്നല്ല, അത് ഉള്ളൂ നമ്മുടെ കയ്യിൽ. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ അങ്ങോട്ട് വിറ്റ് കാശ് വാങ്ങും. വില കുറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ വെള്ളം പ്രിസർവ് ചെയ്യും,
നമ്മുടെ ജനറേഷൻ കുറയ്ക്കും, എന്നിട്ട് വാങ്ങും. ഇങ്ങനെ വളരെ സൂക്ഷിച്ചും ഒക്കെ ഓപ്പറേറ്റ് ചെയ്ത് അതിൻ്റെ ശിക്ഷയായിട്ടാണ് അദ്ദേഹത്തെ അവിടെ നിന്ന് മാറ്റുകയും ചെയ്തത്. അപ്പോൾ അതിന് ശേഷം വന്ന ബിജു പ്രഭാകർ ഇപ്പോൾ ഒരുപാട് അനുഭവങ്ങളൊക്കെ എഴുതുന്നുണ്ട് ആഫ്റ്റർ റിട്ടയർമെൻറ്റ്. ബി അശോക് റിട്ടയർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ പല കാര്യങ്ങൾ, ചിലത് പ്ലെയിനായിട്ടും ചിലത് വ്യംഗ്യത്തിലും ഒക്കെ പറയുന്നൊക്കെയുണ്ട്. നമുക്ക് ലോഡ് ഷെഡിങ് ഇല്ലെങ്കിൽ അത് ഒട്ടും നമ്മുടെ മിടുക്കല്ല. വേണമെങ്കിൽ ഈ ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ അത് നമുക്കുണ്ടല്ലോ എന്ന് ആശ്വസിക്കാം. കാരണം ഈ എടുക്കുന്ന ലോഡ് ട്രാൻസ്മിറ്റ് ചെയ്യുകയും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും വേണ്ടേ ഓരോ വീട്ടിലേക്ക്. അപ്പോൾ അതിന് കപ്പാസിറ്റിയുള്ള ട്രാൻസ്ഫോർമർ വേണ്ടേ. ഇപ്പോൾ പലപ്പോഴും KSEB പോയി ചാടുന്ന, KSEB ഇപ്പോൾ ഇടയ്ക്ക് ഓഫ് ചെയ്യുന്നു എന്നൊക്കെ പറയില്ലേ. ഓഫ് ചെയ്യുന്നതെന്ന് വെച്ചാൽ കറണ്ട് ഇല്ലാഞ്ഞിട്ടല്ല, ട്രാൻസ്ഫോർമറിന് കപ്പാസിറ്റി ഇല്ല. ഇവരൊരു 5 kVA ട്രാൻസ്ഫോർമർ വയ്ക്കും, നമ്മുടെ റോഡ് സൈഡിൽ വയ്ക്കുന്ന ട്രാൻസ്ഫോർമർ. അതിൽ 5 kVA ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. അവർ 5.5 വരെയൊക്കെ പോയി എന്ന് വരും. 6 ഒക്കെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആ ട്രാൻസ്ഫോർമർ എന്ത് ചെയ്യാൻ, അത് ചൂടാവാൻ തുടങ്ങും. 7.5 ഒക്കെ എത്തിക്കഴിഞ്ഞാൽ അതിന് തീ പിടിക്കും ചൂട് കൊണ്ട്. അപ്പോൾ ഇവർക്ക് അത്രയും ലോഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവരെന്ത് ചെയ്യും, ആ ട്രാൻസ്ഫോർമറിൽ നിന്ന് ഏതൊക്കെ ഭാഗത്തേക്ക് പോകുന്നോ അവിടുത്തെ ഐസൊലേറ്റർ അങ്ങ് ഓഫാക്കും. അപ്പോൾ ഈ ട്രാൻസ്ഫോർമറിന് ആശ്വാസമായി, അവൻ്റെ ലോഡ് അവൻ 5 kVA ആണ്, പക്ഷേ ഇപ്പോൾ ലോഡ് ഒരു 3 kVA ഉള്ളൂ. ഒരു 15 മിനിറ്റ്സ് ആശ്വാസം കൊടുത്തു കഴിയുമ്പോൾ അവൻ അത്രയും തണുത്ത് കഴിയുമ്പോൾ പിന്നെ ഓഫ് ചെയ്യും. പിന്നെയും ഇവൻ 6-6ലേക്ക് പോകും, ഓഫ് ചെയ്യും. പിന്നെ ഈ രണ്ടാമത് ഓഫ് ചെയ്യുമ്പോൾ ഇങ്ങോട്ടുള്ള ലൈനില്ല, അങ്ങോട്ടുള്ള ലൈൻ ഓഫ് ചെയ്യും. അപ്പോൾ അതാണ് ഇപ്പോൾ കാലത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ട്രാൻസ്ഫോർമറിന് കപ്പാസിറ്റി ഇല്ല. ഈ പ്രശ്നം ശരിക്കും പറഞ്ഞാൽ അഡ്രസ്സ് ചെയ്ത ഒരു മനുഷ്യൻ പിണറായി വിജയനാണ്. അത് ഞാൻ പറയുമ്പോൾ നമ്മുടെ ആൾക്കാർ എന്നെ തല്ലാൻ വരും. സംതിങ് ഈസ് ഡൺ, ദാറ്റ് ഈസ് ഡൺ. അത് മനസ്സിലായി. വൈദ്യുതി മന്ത്രിയായിരുന്ന കാലത്ത്, നയനാർ സർക്കാരിൻ്റെ കാലത്ത് വൈദ്യുതി മന്ത്രിയായിരുന്നു പിണറായി വിജയൻ. അങ്ങനെയാണ് ഈ ലാവലിൻ കേസ് ചെന്ന് ചാടുന്നത്. പക്ഷെ അന്ന് ഒരു കാര്യം പിണറായി വിജയൻ, നാട്ടിലെങ്ങുമുള്ള ട്രാൻസ്ഫോർമർ മുഴുവൻ അപ്ഗ്രേഡ് ചെയ്തു. പുതിയ ട്രാൻസ്ഫോർമറുകൾ വെച്ചു, പഴയതിൻ്റെ കപ്പാസിറ്റി കൂട്ടി. ഒരു ദൗത്യമായിട്ടെടുത്തു. ആ മനുഷ്യൻ ഇങ്ങനൊരു സ്വഭാവമുണ്ട്, ഒരു കാര്യം കൺവിൻസ്ഡ് ആയി കഴിഞ്ഞാൽ പിന്നെ അതങ്ങോട്ട് നടപ്പാക്കുക. അങ്ങനെയാണ് നമ്മുടെ വൈപ്പിൻ LNG ടെർമിനലൊക്കെ ചെയ്തത്. അപ്പോൾ അന്ന് ആ മനുഷ്യൻ ചെയ്തതിൻ്റെ ഗുണം ഇന്ന് പുള്ളി മുഖ്യമന്ത്രി ആയപ്പോഴും പുള്ളിക്ക് അത് കിട്ടി, കപ്പാസിറ്റി വർദ്ധിച്ചതിൻ്റെ. പക്ഷേ അതുകൊണ്ടായില്ലല്ലോ. നയനാർ സർക്കാർ പോയി, പിന്നെ പിണറായി വിജയൻ വരാൻ കാലം എത്ര എടുത്തു. ഇതിനിടയ്ക്ക് വീണ്ടും കറണ്ടിൻ്റെ കൺസംഷൻ കൂടി വരികയാണ്. അതനുസരിച്ച് ഈ എക്യുപ്മെൻസിൻ്റെ കപ്പാസിറ്റി കൂട്ടണം. ചെറിയ ട്രാൻസ്ഫോർമർ, വലിയ ട്രാൻസ്ഫോർമർ ആകണം, പുതിയ ലൈൻ വരും, അത് സേഫ് ആക്കണം, ഓവർഹെഡ് ലൈൻ അണ്ടർഗ്രൗണ്ട് ആക്കണം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, മെയിൻ്റനൻസ് ജോലികൾ. ഇത് കൂടാതെയാണ് പുതിയ സ്റ്റേഷൻ, പഴയ സ്റ്റേഷൻ പുതുക്കുക, ഇതുപോലെയൊക്കെയുള്ള ജോലികൾ. അപ്പോൾ ഇത് നിതാന്തമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഇലക്ട്രിസിറ്റി എസെൻഷ്യൽ സർവീസ് എന്ന് പറയുമ്പോൾ സത്യത്തിൽ ഹൈലി എസെൻഷ്യൽ എന്ന് വേണം പറയാം. എസെൻഷ്യൽ സർവീസ് ഇപ്പോൾ പോലീസും എസെൻഷ്യൽ സർവീസിൽപ്പെട്ടവരാണ്. പക്ഷേ ഹൈലി എസെൻഷ്യലാണ് പോലീസിൽ, അത് നമ്മൾ ചത്തുപോകുന്നുമില്ല. ഇലക്ട്രിസിറ്റി അങ്ങനെയല്ല. ഇറ്റ് അഫക്ട്സ് യുവർ ലൈഫ് ഡയറക്ട്ലി. അടുക്കള പൂട്ടി പോകുന്ന സംവിധാനമാണ് ഇലക്ട്രിസിറ്റി. അപ്പോൾ അത്രയധികം കണ്ണിലെണ്ണയൊഴിച്ച് 24 hours ഇതിൻ്റെ പിന്നാലെ വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് നിന്നിടത്ത് നിൽക്കാൻ പറ്റുള്ളൂ. വളരെ വേഗം ഓടിക്കൊണ്ടിരുന്നാലേ നിങ്ങൾക്ക് നിന്നിടത്ത് നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ മുന്നോട്ട് നിങ്ങൾക്ക് ഓടണമെങ്കിലോ സ്പീഡ് നിങ്ങളുടെ ഇരട്ടിയാക്കേണ്ടിയിരിക്കും. അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. കാരണം ലോകം അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മളിപ്പോൾ നിന്നിടത്തെങ്കിലും നിൽക്കുന്നു എന്നുള്ളത് വലിയൊരു ആശ്വാസമാണ് കറണ്ടിൻ്റെ കാര്യത്തിൽ. ബട്ട് സ്റ്റിൽ അത് പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഈ സ്വിച്ച് ഓഫ് ചെയ്യേണ്ടി വരുന്നത്. സ്വിച്ച് ഓഫ് ചെയ്യേണ്ടി വരുന്നത് ഒരു മോശം കാര്യം. ഇപ്പോൾ 24 മണിക്കൂറും കറണ്ട് കിട്ടാത്ത സംസ്ഥാനങ്ങളൊക്കെ ഉണ്ട് ഇന്ത്യയിൽ. ബട്ട് രാത്രിയിൽ പവർ കട്ട് ഏർപ്പെടുത്തിയ ഏക സംസ്ഥാനം കേരളമാണ്. പകലാണ് മറ്റുള്ളിടത്തൊക്കെ. അവിടെ കറണ്ടേ ഇല്ലാത്ത വില്ലേജസ് ഉണ്ട്. ഇപ്പോൾ അത്
കഴിഞ്ഞു എന്ന് തോന്നുന്നു. ഒരു മാറി. മൊത്തം ഇന്ത്യയിൽ ഏകദേശം 8000 വില്ലേജസ് ഒരു 5 വർഷം വരെ ബാക്കി മോദി പറഞ്ഞു. ലാസ്റ്റ് വില്ലേജ് അത് ഡിക്ലെയർ ചെയ്യുകയും ചെയ്തു. അവസാനത്തെ വില്ലേജിൽ വരെ കറണ്ട് എത്തി. അവസാനത്തെ വില്ലേജിൽ വരെ കറണ്ട് എത്തി. പക്ഷേ അവസാനത്തെ വില്ലേജിൽ വരെ 24 മണിക്കൂർ കറണ്ട് എത്തിയിട്ടില്ല. അതെ, എത്താൻ ഇനിയും താമസിക്കും. പക്ഷേ അവിടെയൊക്കെയുള്ള ഇതെന്താണെന്ന് വെച്ചാൽ രാത്രിയിൽ കറണ്ട് ഉണ്ടാകും. അവർക്കും ഉണ്ട് ലോഡ് ഷെഡിങ്, പകലാണ്. രാത്രിയിൽ ലോഡ് ഷെഡിങ് വരുത്തേണ്ടി വന്ന ഗതികേട് കേരളത്തിന് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. എനിവേ അതൊക്കെ പഴയ കാര്യം, സംഭവിച്ചു. അത് പറഞ്ഞാൽ അന്യോന്യം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമൊന്നുമില്ല. ഇനി മുമ്പോട്ടുള്ളത് നോക്കുക. ഇപ്പോൾ ഏതായാലും കേരളത്തിന് അടിയന്തരമായിട്ട് ചെയ്യേണ്ടത് ഈ ലൈൻ കപ്പാസിറ്റി, ട്രാൻസ്ഫോർമർ കപ്പാസിറ്റി ഇതൊക്കെ അപ്ഗ്രേഡ് ചെയ്യുക എന്നുള്ളതാണ്. ജനറേഷൻ സൈഡിൽ ഒരുപാട് ജോലികൾ ചെയ്യാനുണ്ട്. അത് എപ്പോൾ ചെയ്യുക ആർക്കറിയാം.